ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിലുള്ള യോഗ്യകർത്ത എന്ന ചരിത്ര നഗരത്തിലൂടെ സഞ്ചാരം തുടരുകയാണ്. യോഗ്യകർത്തയുടെ സുൽത്താൻ പാലസിനടുത്തുള്ള ങ്ങാസം എന്ന പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകം മുതൽ തന്നെ യോഗ്യകർത്തയിൽ മാത്രമല്ല ജാവയിലെങ്ങും പ്രശസ്തമായ ഒരു മാർക്കറ്റുണ്ട് ഇവിടെ. വളർത്തുപക്ഷികളുടെ മാർക്കറ്റാണത്. പുരാതന കാലം മുതൽ തന്നെ വീട്ടിൽ ഒരു പക്ഷിയെ വളർത്തുന്ന പതിവുണ്ട് ജാവക്കാർക്ക്. തത്ത, മൂങ്ങ, പരുന്ത്, പ്രാവ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അത്. അലങ്കാരത്തിന് മുതൽ ആഭിചാര ക്രിയകൾക്ക് വരെ ഈ പക്ഷികളെ ഇന്നാട്ടുകാർ ഉപയോഗിച്ചു വരുന്നു. പക്ഷികളുടെ ഏറ്റവും വലിയ മാർക്കറ്റായിരുന്നു ഒരു കാലത്ത് ങ്ങാസത്തിൽ ഉണ്ടായിരുന്നത്. ങ്ങാസം പ്രദേശത്ത് ഒരു വാട്ടർ ക്യാസിലുണ്ട്. ചരിത്രപരമായ പ്രത്യേകതയുള്ള ഒരു കോട്ടയാണത്. ഇതാണ് വാട്ടർ ക്യാസിലേക്കുള്ള വഴി. തമൻ സാറി എന്നറിയപ്പെടുന്ന വാട്ടർ ക്യാസിലിന് മുന്നിൽ ഞാൻ കാറിൽ നിന്നിറങ്ങി. വാട്ടർ ക്യാസിലിന്റെ കിഴക്കേ കവാടമാണിത്. ഗേറ്റ് അടഞ്ഞുകിടക്കുന്നു. അതുവഴി ഇപ്പോൾ സന്ദർശകരെ കടത്തിവിടുന്നില്ല. വാട്ടർ ക്യാസിലിന്റെ ഒരു രൂപരേഖ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. യോഗ്യകർത്തയിലെ സുൽത്താൻ കുടുംബത്തിനുള്ള വിശ്രമ കേന്ദ്രം മുതൽ ഒളിവിടം വരെയായി ഉപയോഗിക്കുന്നതിനായി 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണിത്. ഇന്ന് വാട്ടർ ക്യാസിൽ ഭാഗികമായി നശിച്ചിരിക്കുന്നു. ഒരു യുവതി എന്നെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാൻ സന്നദ്ധയായി. ഈ ഭൂഗർഭ ടണലുകളിലൂടെ പോയാൽ തമൻ സാറിയുടെ കുറേ ഭാഗങ്ങൾ കാണാം. നീളമേറിയ ടണലുകളുടെ ശൃംഖല തന്നെയുണ്ടിവിടെ. ഒരു കാലത്ത് ഏറ്റവും സുന്ദരമായും അതീവ സുരക്ഷയോടെയും നിലനിർത്തിയിരുന്ന ഇടമാണ് വാട്ടർ ക്യാസിൽ. എന്നാൽ സുൽത്താനേറ്റിന്റെ പ്രതാപം മങ്ങിപ്പോയ ഇടക്കാലത്ത് ജാവയുടെ പല ഭാഗത്തു നിന്നും ആളുകൾ വാട്ടർ ക്യാസിലിന്റെ പല ഭാഗത്തും കുടിയേറി പാർക്കാൻ തുടങ്ങി. അങ്ങനെ കാലക്രമത്തിൽ അവിടെ ഒരു ഗ്രാമം രൂപപ്പെട്ടു. കാംപോങ് തമൻ എന്നാണ് ആ സെറ്റിൽമെന്റ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇടയ്ക്കിടെ ഇങ്ങനെ ഗോപുരങ്ങളുണ്ട്. ടണലിലേക്ക് ശുദ്ധവായു എത്തുന്നതിനുള്ള സംവിധാനമാണിത്. വിവിധ ആവശ്യങ്ങൾക്കുതകുന്ന വിധമാണ് ഹെമങ് കുബുവോണോ എന്ന സുൽത്താൻ 1758-ൽ തമൻ സാറി കോംപ്ലക്സിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. പൂർത്തിയായപ്പോൾ വലിയ ടണൽ ശൃംഖലയുടെയും 59 കെട്ടിടങ്ങളുടെയും ഒരു സമുച്ചയമായിരുന്നു ഇത്. സൗജന്യമായി വാട്ടർ ക്യാസിൽ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞാണ് ഈ സ്ത്രീ എന്നെ കൊണ്ടുപോകുന്നത്. ഒരു തുക ഇവർ ടിപ്പായി പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ ഈ കാഴ്ചകളിലൂടെ നടത്തി ഇവരെന്നെ എത്തിക്കുക ഒരു വ്യാപാര സ്ഥാപനത്തിലേക്കായിരിക്കും. പടവുകൾ ഇറങ്ങിയും കയറിയും നീളമാർന്ന ടണലുകൾ പിന്നിട്ടുമാണ് നടത്തം. ചിലയിടത്തെത്തുമ്പോൾ ബാത്തിക് വസ്ത്രങ്ങളുടെ നിർമ്മാണവും വിൽപ്പനയും നടക്കുന്ന സ്ഥാപനങ്ങൾ കാണാം. സന്ദർശകർക്ക് പണം നൽകി ഉപയോഗിക്കാവുന്ന ഒരു ടോയ്ലറ്റാണിത്. ഒരു തവണത്തെ ഉപയോഗത്തിന് 2000 റുഫിയാണ് ചാർജ്. കെട്ടിടച്ചുമരുകളിൽ നാട്ടുകാരുടെ കരവിരുത് ചിത്രങ്ങളായി കാണാം. കാംപോങ് തമൻ സെറ്റിൽമെന്റിന്റെ പല വഴികളിലൂടെയെല്ലാം കടന്നു പോകുന്നുണ്ട്. 2700 ആളുകൾ ഇപ്പോൾ ഈ സെറ്റിൽമെന്റിൽ വസിക്കുന്നു. സുൽത്താൻമാരുടെ സ്വകാര്യ സ്വത്തായിരുന്ന കാലത്ത് വാട്ടർ ക്യാസിൽ ഉൾപ്പെടുന്ന പ്രദേശം കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു. ഡച്ചുകാരുടെ ആഗമനത്തോടെ സുൽത്താന്റെ പ്രതാപത്തിന് മങ്ങലേറ്റപ്പോൾ ക്യാസിൽ സാവധാനം വിസ്മൃതിയിലായി. ഇക്കാലത്താണ് ആളുകൾ ക്യാസിലിന്റെ ഓരോ ഭാഗങ്ങൾ കയ്യേറി താമസം തുടങ്ങിയത്. പടവുകൾ ഇറങ്ങി ഒരിക്കൽ കൂടി ഒരു ഗുഹാവഴിയിലേക്ക് എത്തുന്നു. യോഗ്യകർത്തയുടെ ആദ്യ സുൽത്താനായ ഹെമങ് കുബുവോണോ ആണ് വാട്ടർ ക്യാസിലിന്റെ നിർമ്മാണം തുടങ്ങിവെച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ പിൻഗാമി ഹെമങ് കുബുവോണോ രണ്ടാമനാണ് ഇത് പൂർത്തിയാക്കിയത്. രാജകുടുംബത്തിനുള്ള വിശ്രമസങ്കേതം, അവർക്ക് സ്വസ്ഥമായി ധ്യാനിച്ചിരിക്കാനുള്ള ഇടം, ബാത്ത് ഹൗസ് എന്നീ നിലകളിലെല്ലാം വാട്ടർ ക്യാസിൽ വർത്തിച്ചു. ക്യാസിലെ സുമുർ ഗുമിലിംഗ് എന്ന ഭാഗത്തേക്കാണ് നടന്നെത്തിയിരിക്കുന്നത്. സുമുർ എന്നാൽ കിണറെന്നാണ് അർത്ഥം. ഒരു പ്രതിരോധ കേന്ദ്രമായും സുൽത്താന്റെ ഒളിവിടമായും വരെ വാട്ടർ ക്യാസിലിനെ സംവിധാനം ചെയ്തിരുന്നു. ഒരു കിണർ പോലെ വൃത്താകാരമായ ഭാഗത്ത് ക്യാസിലിന്റെ 4 ഭാഗത്തു നിന്നുള്ള തുരങ്കങ്ങൾ വന്നു ചേരുകയാണ്. മുകൾ ഭാഗത്തു നിന്നും ഓരോ തുരങ്കത്തിലേക്കും ഇറങ്ങാനുള്ള പടവുകളും ഇവിടെയുണ്ട്. സുമുർ ഗുമിലിംഗിന്റെ മുകൾ ഭാഗം ഇങ്ങനെയാണ്.
തുമൻഗുങ് മങ്കുണ്ടിപുര എന്നൊരാളുടെ നേതൃത്വത്തിൽ ജാവനീസ് തൊഴിലാളികളാണ് വാട്ടർ കാസിൽ നിർമ്മിച്ചതെന്നാണ് ചരിത്രം. യൂറോപ്യൻ വാസ്തുവിദ്യയെക്കുറിച്ച് കേട്ടറിവുണ്ടായിരുന്ന തുമൻഗുങ് ഇതിന്റെ നിർമ്മാണത്തിൽ യൂറോപ്യൻ രീതികൾ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹം ജാവ ദ്വീപിന്റെ മറ്റൊരറ്റത്തുള്ള ബട്ടാവിയയിൽ 2 തവണ സന്ദർശനം നടത്തി. ബട്ടാവിയയിൽ ഡച്ചുകാർ നിർമ്മിച്ച ധാരാളം മന്ദിരങ്ങളും കോട്ടകളും ഉണ്ടായിരുന്നു അക്കാലത്ത്. അന്നത്തെ ബട്ടാവിയയാണ് ഇപ്പോൾ ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്ത. യൂറോപ്പിലെ ചില കാസിലുകളിൽ ഞാൻ കണ്ടിട്ടുള്ള തരം തുരങ്കങ്ങളാണ് ഈ വാട്ടർ കാസിലുമുള്ളത്. ശരിക്കും ഒരു നിഗൂഢ മന്ദിരമാണിതെന്നും പറയാം. വാട്ടർ കാസിലിന്റെ നിർമ്മാണത്തെക്കുറിച്ച് കൗതുകകരമായ ചില ചരിത്ര കഥകളുണ്ട്. യോഗ്യകർത്ത സുൽത്താനേറ്റിന്റെ സാമന്തരാജ്യമായ മദിയൂനിലെ റീജന്റുമായി ബന്ധപ്പെട്ടതാണ് അതിൽ ഒരു കഥ. വർഷങ്ങൾ നീണ്ട യുദ്ധങ്ങൾ കൊണ്ട് താൻ ക്ഷീണിതനാണെന്നും വിശ്രമത്തിനും പ്രാർത്ഥനയ്ക്കും പറ്റിയ ഒരിടം കണ്ടെത്തണമെന്നും സുൽത്താൻ ഹെമങ് കുബുവോണോ ഒരിക്കൽ റീജന്റിനോട് പറഞ്ഞു. പേസ് തോക്കൻ എന്ന നീരുറവയ്ക്കടുത്ത് അന്നുണ്ടായിരുന്ന രാജകീയ സ്നാനഘട്ടം ഒരു വാട്ടർ കാസിലായി രൂപപ്പെടുത്താൻ അങ്ങനെ തീരുമാനമായി. മനോഹരമായ ഒരു പൂന്തോട്ടവും അതിന് നടുവിലായി ഒരു കൊട്ടാരവും നിർമ്മിക്കാനായിരുന്നു തീരുമാനം. തന്റെ നാട്ടിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി പണം കൊണ്ട് കൊട്ടാരവും ഉദ്യാനവും നിർമ്മിക്കാമെന്ന് റീജന്റ് സമ്മതിച്ചു. നിർമ്മാണവും തുടങ്ങി. റീജന്റ് കരുതിയതിലും ഭീമമായിരുന്നു നിർമ്മാണ ചെലവ്. നാട്ടുരാജ്യത്തു നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി നിർമ്മാണ പ്രവർത്തികൾക്ക് തികയാതെയായി. ഒടുവിൽ അദ്ദേഹം രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. അന്ന് യോഗ്യകർത്തയിലെ രാജകുമാരനായിരുന്ന നടകുസുമയെയാണ് സുൽത്താൻ വാട്ടർ കാസിലിന്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചത്. നിർമ്മാണം പൂർത്തിയായപ്പോൾ വാട്ടർ കാസിലിൽ ഒരു മോസ്ക് ഉൾപ്പെടെ 59 കെട്ടിടങ്ങളുണ്ടായിരുന്നു. കാസിലിന്റെ ഒരു വഴിയിലൂടെ ഇറങ്ങിയെത്തിയത് കാംപോങ് തമൻ എന്ന സെറ്റിൽമെന്റിന്റെ ഒരു ഭാഗത്തേക്കാണ്. സവിശേഷമായ ഒരു ജീവിതം പുലരുന്ന ഗ്രാമമാണ് കാംപോങ് തമൻ എന്ന് പറയാം. കാരണം ധാരാളം ചിത്രകാരന്മാരുള്ള ഒരു ഗ്രാമമാണിത്. ബാത്തിക് കലയിൽ പ്രാവീണ്യമുള്ള ആളുകളുടെ ഗ്രാമം. ചേരിപ്പുരകൾ പോലെ അടുത്തടുത്തായി വീടുകൾ. ഇതിലെല്ലാം കരകൗശല വസ്തുക്കളുടെയോ ബാത്തിക് വസ്ത്രങ്ങളുടെയോ നിർമ്മാണം നടക്കുന്നുണ്ട്. അതിലൂടെ ലഘുഭക്ഷണം വിറ്റു നടക്കുന്ന ആളുകൾ. ഇതെല്ലാം ഒരു കാലത്ത് വാട്ടർ കാസിലിന്റെ ഭാഗം തന്നെയായിരുന്നു. ഇടക്കാലത്ത് കയറി വന്ന ആളുകൾ വീടുകൾ നിർമ്മിച്ച് ഇവിടെ സ്ഥിരവാസമാക്കുകയായിരുന്നു. ഡച്ചുകാരുടെ ഭരണകാലത്താണ് ഈ കയ്യേറ്റം തുടങ്ങിയത്. അവർക്ക് വാട്ടർ കാസിൽ നശിക്കുന്നതിൽ ഉത്കണ്ഠ ഏതും ഉണ്ടായിരുന്നില്ല. ജാവക്കാർ മാത്രമല്ല ഇപ്പോൾ കാംപോങ് തമനിലുള്ളത്. ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള കുടിയേറ്റക്കാർ വരെ ഈ കൊച്ചു സെറ്റിൽമെന്റിൽ വസിക്കുന്നു. ഗ്രാമത്തിന്റെ വഴികളിലൂടെയെല്ലാം സ്ത്രീ എന്നെ നടത്തുകയാണ്. ശരിക്കും വാട്ടർ കാസിലിൽ ഉൾപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണിത്. അപൂർവ ഇനത്തിൽപ്പെട്ട പൂച്ചെടികളും ചെറുമരങ്ങളും പുൽത്തകിടിയും കൊണ്ട് ഒരു കാലത്ത് മനോഹരമായി നിലനിന്ന സുൽത്താന്റെ ഉദ്യാനങ്ങളിൽ ഇപ്പോൾ നിരനിരയായുള്ള വീടുകളാണ് കാഴ്ച. മിക്ക വീടുകളിലും ബാത്തിക് വസ്ത്രങ്ങളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ തൂങ്ങുന്ന ധാരാളം ചെറുകടകളും ഇവിടെ കാണാം. നല്ല കലാകാരന്മാരാണ് കാംപോങ് തമനിലുള്ളതെന്ന് പരസ്യപ്രചരണാർത്ഥം ഭിത്തിയിൽ വരച്ചുവെച്ചിരിക്കുന്ന ചിത്രങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു. കലാകാരന്മാരുടെ ഒരു സമൂഹം എങ്ങനെ ഇവിടെ ഒത്തുചേർന്നു എന്നത് ഇന്നും അജ്ഞാതമായ കാര്യമാണ്. ഏതാനും ചിത്രകാരന്മാർ ആദ്യം വാട്ടർ കാസിലിന്റെ ഭൂമി കയ്യേറി താമസം തുടങ്ങിയിരിക്കാമെന്നാണ് കാംപോങ് തമനെക്കുറിച്ച് പൊതുവായുള്ള വിശ്വാസം. പിന്നീട് വന്നവർക്കെല്ലാം അവർ ബാത്തിക് ചിത്രകല പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു കുടുംബത്തിലെ ഒരാളെങ്കിലും ബാത്തിക് കല കൊണ്ട് വരുമാനം നേടുന്നുണ്ട്. ഞാനൊരു കടയിലേക്ക് കയറി ചെന്നു. ബാത്തിക് ചിത്രങ്ങളുള്ള കുറേ വസ്ത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഉപഭോക്താവിന്റെ ആവശ്യപ്രകാരം വ്യത്യസ്തതയാർന്ന ചിത്രങ്ങൾ തുണികളിൽ തത്സമയം വരച്ചു തരുന്നവരുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ ഓർഡർ ചെയ്ത ചിത്രങ്ങളുടെ പെൻസിൽ സ്കെച്ചുകളാണ്. അത്ഭുതപ്പെടുത്തുന്ന കലാകേന്ദ്രങ്ങളാണ് കാംപോങ് തമനിലെ ഓരോ വിൽപ്പനശാലയുമെന്ന് തോന്നിപ്പോകുന്നു. പഴയ ഉദ്യാനത്തിന്റെ വഴികളാണ് ഇതെല്ലാം. പല തട്ടുകളായിട്ടായിരുന്നു വാട്ടർ കാസിലിന്റെ ഉദ്യാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരുന്നത്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ
ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇപ്പോൾ കാസിലിന്റെ വെസ്റ്റ് ഗേറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഗഡോങ് ഗാപുര ഹാഗങ് എന്നാണ് ഈ കവാടം അറിയപ്പെടുന്നത്. പഴയ കാസിലിലെ ബാത്തിങ് കോംപ്ലക്സിലേക്കുണ്ടായിരുന്ന 2 പ്രധാന കവാടങ്ങളിലൊന്നാണ് ഗഡോങ് ഗാപുര ഹാഗങ്. ഇതാണ് ബാത്തിങ് കോംപ്ലക്സിന്റെ പ്രധാന ഭാഗം. ഉംബുൾ പസിരാമൻ എന്നാണ് ഇവിടുത്തെ രാജകീയ കുളിപ്പുര അറിയപ്പെടുന്നത്. ശരിക്കും സ്ത്രീകളുടെ സ്നാനഘട്ടമായിരുന്നു ഇത്. ഈ കുളങ്ങളിൽ സ്ത്രീകൾ കുളിക്കുന്നത് തൊട്ടടുത്തുള്ള ഗോപുരത്തിന്റെ ജാലകത്തിലൂടെ സുൽത്താൻ കണ്ടിരിക്കുമായിരുന്നു. ഉംബുൾ മൻകാർ എന്നാണ് ഈ ഇരട്ടക്കുളം അറിയപ്പെടുന്നത്. കുളത്തിനപ്പുറം കാണുന്നത് കൊട്ടാരം സ്ത്രീകളുടെ വിശ്രമസ്ഥലവും ചേഞ്ചിങ് റൂമുകളുമാണ്. ബാത്തിങ് കോംപ്ലക്സിന്റെ ഒരു ഭാഗത്തേക്കും അക്കാലത്ത് സുൽത്താൻ ഒഴികെ മറ്റൊരു പുരുഷനും പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നതാണ് കൗതുകകരമായ മറ്റൊരു ചരിത്ര വസ്തുത. ബാത്തിങ് കോംപ്ലക്സിന്റെ ഗേറ്റ് കടന്ന് വഴികാട്ടിയായ സ്ത്രീ എന്നെ എത്തിച്ചിരിക്കുന്നത് ഒരു ചിത്രശാലയിലേക്കാണ്. വലിയ പെയിന്റിങ്ങുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു ആർട്ട് ഹാൾ. കാംപോങ് തമനിലെ ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങൾ തന്നെയാണിത്. കടലാസിലും ക്യാൻവാസിലും ലോഹത്തകിടിലുമെല്ലാം വരച്ച ചിത്രങ്ങളുണ്ട്. ബാത്തിക് പെയിന്റിങ്ങുകൾ ധാരാളം. ചില ചിത്രങ്ങളിൽ സ്വർണ്ണ നിറത്തിലുള്ള നൂലുകൊണ്ട് പ്രത്യേക വർക്കുകൾ നടത്തിയിരിക്കുന്നു. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാസന്ദർഭങ്ങളാണ് മിക്ക ചിത്രങ്ങളിലുമുള്ളത്. ഇവിടെ നിന്നും ഞാൻ എന്തെങ്കിലും വാങ്ങിയാലേ എൻ്റെ കൂടെ വന്നിരിക്കുന്ന സ്ത്രീക്ക് പ്രയോജനമുള്ളൂ. പക്ഷേ അക്കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ്. ചിത്രശാല ക്യാമറയിൽ പകർത്തി ക്ഷമാപണത്തോടെ ഞാൻ പുറത്തിറങ്ങി. വാട്ടർ ക്യാസിലെ കാഴ്ചകൾ ഏതാണ്ട് അവസാനിക്കാറായിരിക്കുന്നു. തമൻസാറി എന്നാണ് യോഗ്യകർത്തയിൽ ഈ വാട്ടർ ക്യാസിൽ പൊതുവെ അറിയപ്പെടുന്നത്. ജാപ്പനീസ് ഭാഷയിൽ തമൻ എന്നാൽ പൂന്തോട്ടം എന്നാണ് അർത്ഥം. സാറി എന്നാൽ പുഷ്പങ്ങളെന്നും മനോഹരമായത് എന്നും അർത്ഥമുണ്ട്. സുൽത്താന്റെ സുന്ദരമായ ആ പൂങ്കാവനമാകട്ടെ ഇന്ന് കയ്യേറ്റത്തിന് വിധേയമായി സൗന്ദര്യമെല്ലാം നശിച്ച് നിലകൊള്ളുകയാണ്. തമൻസാറി കയ്യേറി വീട് വെച്ചവർ പലരും വീടിനു മുന്നിൽ ചെറിയ പൂന്തോട്ടം പിടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു തൊടിയാണിതെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും. കാംപോങ് തമനിൽ ഒരു ജാപ്പനീസ് കുടുംബം വസിക്കുന്ന വീടാണിത്. ജാപ്പനീസ് ശൈലിയിൽ തന്നെയാണ് അതിന്റെ നിർമ്മാണം. വാട്ടർ ക്യാസിലൂടെ നടത്തത്തിന് തുടക്കമിട്ട ഈസ്റ്റ് ഗേറ്റിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. ഗൈഡിന് ടിപ്പ് നൽകി സുപ്രിയ അന്തോയുടെ കാറിൽ കയറി വീണ്ടും യാത്ര. വാട്ടർ ക്യാസിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥരും പരിചാരകരും കുടുംബസമേതം വസിച്ചിരുന്ന വീടുകളും മറ്റുമാണ് പണ്ട് ഈ പ്രദേശത്തുണ്ടായിരുന്നത്. യോഗ്യകർത്ത നഗരത്തിന്റെ വലിയൊരു പ്രദേശമാകെ തന്നെ സുൽത്താൻ കൊട്ടാരത്തിനും സുൽത്താന്റെ ഉദ്യാനങ്ങൾക്കും ഉദ്യോഗസ്ഥ ഭവനങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ചിരുന്നു പണ്ട്. ഒരു മതിൽക്കെട്ടും അതിന്റെ കവാടവും കടന്നിറങ്ങുന്നത് കൊട്ടാരത്തിന് തന്നെ ഭാഗമായ മറ്റൊരു ഭാഗത്തേക്കാണ്. കാർ ഇപ്പോൾ ഗാസം സ്ട്രീറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. യോഗ്യകർത്തയിലെ പഴക്കം ചെന്ന മാർക്കറ്റ് ടൗണാണ് ഗാസം. ഈ പ്രദേശമാകെ പണ്ടൊരു തടാകമായിരുന്നെന്നാണ് ചരിത്രം. തടാകം നികത്തി അവിടെ ഒരു ഗ്രാമം നിലവിൽ വരുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. വലിയൊരു മാർക്കറ്റും അതിനു ചുറ്റും വീടുകളും എന്ന നിലയിലാണ് അന്ന് ഗാസം വില്ലേജ് രൂപപ്പെടുത്തിയത്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ യോഗ്യകർത്തയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ടൗണായി ഗാസം മാറി. പക്ഷികളുടെ മാർക്കറ്റ് എന്ന നിലയിലും അന്നിവിടം പ്രസിദ്ധമായിരുന്നു. 1960-ൽ ബെറിംഗ് ഗാർജോ എന്ന സ്ഥലത്തെ പക്ഷിക്കച്ചവടക്കാർ ഒന്നാകെ ഗാസത്തിൽ വന്നു ചേർന്നതോടെ ജാവയിലെ ഏറ്റവും വലിയ പക്ഷി മാർക്കറ്റ് എന്ന ഖ്യാതിയും ഗാസം നേടിയെടുത്തു. ഇടതുവശത്ത് അക്കാണുന്നത് ഇവിടുത്തെ ഒരു മ്യൂസിയമാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം പോലെ തന്നെയാണ് ഇന്തോനേഷ്യയിൽ യോഗ്യകർത്ത. സെറംഗൻ ഉമൻ മോണിമെന്റ് എന്ന ദേശീയ സ്മാരകമാണ് ഇടതുവശത്ത്. ഇന്തോനേഷ്യൻ നാഷണൽ ആർമി ഡച്ചുകാർക്കെതിരെ നടത്തിയ മാർച്ചിന്റെ സ്മാരകം.
അതിനപ്പുറം വ്രേദേബുർഗ് കോട്ടയാണ്. യോഗ്യകർത്ത ഡച്ചുകാരുടെ കീഴിലായിരുന്ന കാലത്ത് അവരുടെ ആസ്ഥാനമായിരുന്നു വ്രേദേബുർഗ്. അടുത്തതായി ആ കോട്ടയിലേക്ക് പോകാനാണ് തീരുമാനം. കോട്ടയുടെ വിശാലമായ കോമ്പൗണ്ടിനെ ഒന്ന് ചുറ്റി വേണം കവാടത്തിലേക്കെത്താൻ. വൺ വേ ട്രാഫിക് ആയതിനാലാണ്. വൈകുന്നേരമായതിനാൽ നഗരവീഥിയിലെല്ലാം തിരക്ക് വർദ്ധിച്ചിരിക്കുന്നു. റിക്ഷാക്കാരും വഴിയോര കടകളുമെല്ലാം ഓരങ്ങളിലെ കാഴ്ച. ഡച്ചുകാരുടെ ശക്തികേന്ദ്രമായിരുന്ന വ്രേദേബുർഗ് കോട്ട ഇന്നൊരു ചരിത്ര മ്യൂസിയമാണ്. ധാരാളം ടൂറിസ്റ്റുകളെത്തുന്ന ഒരിടം. അതിനു മുന്നിൽ കാർ നിർത്തി ഞാൻ ഇറങ്ങി. ഇതാണ് യോഗ്യകർത്തയിലെ സൈക്കിൾ റിക്ഷകളുടെ രൂപം. മുന്നിലുള്ള സീറ്റിൽ 2 പേർക്ക് ഇരിക്കാം. യാത്രക്കാർക്ക് പിന്നിലാണ് റിക്ഷാക്കാരന്റെ സ്ഥാനം. ഇതൊരു നല്ല രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു. മ്യൂസിയത്തിന് മുന്നിലെ പാർക്കിംഗ് യാർഡിൽ കാറുകൾ നിരന്നു കിടക്കുന്നു. അതിന് നടുവിലൂടെ വ്രേദേബുർഗിന്റെ പ്രധാന കവാടത്തിലേക്ക് നടക്കുകയാണ്. ഓടുമേഞ്ഞ നിരവധിയായ കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സാണ് വ്രേദേബുർഗ്. അടുത്ത കാലത്ത് ആകെ ഒന്ന് പുനരുദ്ധരിച്ച കോട്ടയാണിത്. കോട്ടയ്ക്ക് ചുറ്റും വലിയൊരു കിടങ്ങ്. ഈ കോട്ടയിലിരുന്നാണ് ഡച്ചുകാർ യോഗ്യകർത്ത ഉൾപ്പെടെ ജാവ ദ്വീപിന്റെ വലിയൊരു പ്രദേശത്തെയാകെ നിയന്ത്രിച്ചിരുന്നത്. 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായതാണ് വ്രേദേബുർഗ്. ഫ്രാൻസ് ഹാക്ക് എന്ന ഡച്ചുകാരനായ വാസ്തുശില്പിയുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. പട്ടാള ബാരക്, ഭരണകാര്യാലയം, ജയിൽ എന്നിങ്ങനെ പല ആവശ്യങ്ങൾക്കായി വ്രേദേബുർഗിലെ കെട്ടിടങ്ങൾ ഉപയോഗിച്ചിരുന്നു. പടിപ്പുര കടന്ന് ഞാൻ കോട്ടയുടെ പ്രധാന മുറ്റത്തേക്ക് നടക്കുകയാണ്. മ്യൂസിയം എന്നതിനൊപ്പം ഒരു കൺവെൻഷൻ സെന്റർ കൂടിയാണ് ഇപ്പോൾ കോട്ട. 1760-ലാണ് വ്രേദേബുർഗ് കോട്ടയുടെ ചരിത്രം തുടങ്ങുന്നത്. അന്ന് യോഗ്യകർത്ത ഭരിച്ചിരുന്ന സുൽത്താൻ ഹെമങ് കുബുവോണയുടെ അടുത്ത് ഒരു ഡച്ച് ദൂതനെത്തി. നോർത്ത് ജാവയിലെ ഡച്ച് ഗവർണറായിരുന്ന നിക്കോളാസ് ഹാർട്ടിങ്ങിന്റെ സന്ദേശവുമായിട്ടായിരുന്നു ദൂതന്റെ വരവ്. യോഗ്യകർത്തയിൽ വ്യാപാര ആവശ്യങ്ങൾക്കായി ഒരു കോട്ട പണിയാൻ അനുവദിക്കണമെന്നായിരുന്നു ഗവർണറുടെ ആവശ്യം. സുൽത്താൻ സമ്മതിച്ചു. 4 ഗോപുരങ്ങളോട് കൂടിയ ഒരു മരക്കോട്ടയാണ് ഡച്ചുകാർ ആദ്യം ഇവിടെ പണിതത്. വ്യാപാര ആവശ്യാർത്ഥം എത്തിയവർ തങ്ങളുടെ അധികാരം സാവധാനം യോഗ്യകർത്തയുടെ ഭരണത്തിലേക്കും വ്യാപിപ്പിച്ചു. 1767-ൽ അവർ മരക്കോട്ട പൊളിച്ചുമാറ്റി ഇന്ന് കാണുന്ന ശക്തമായ കോട്ടയുടെ പണി തുടങ്ങി. 1787-ലാണ് കിടങ്ങും കോട്ടമതിലും പട്ടാളക്കാർക്കുള്ള നീളൻ ബാരക്കുകളും ഡച്ച് ഓഫീസർമാരുടെ കാര്യാലയങ്ങളും വസതികളുമെല്ലാം അടങ്ങുന്ന വ്രേദേബുർഗിന്റെ നിർമ്മാണം പൂർത്തിയായത്. പിന്നീട് 1945-ൽ ഇന്തോനേഷ്യ സ്വതന്ത്രമാവും വരെ സംഭവബഹുലമായ ചരിത്രത്തിന്റെ വേദിയായിരുന്നു ഈ കോട്ട. 1867-ൽ ഒരു ഭൂകമ്പം കോട്ടയിലെ പല കെട്ടിടങ്ങളും തകർത്തു. തുടർന്ന് പുനർനിർമ്മിക്കപ്പെട്ടപ്പോഴാണ് ഇതിന് വ്രേദേബുർഗ് എന്ന പേരു നൽകിയത്. ഡച്ച് ഭാഷയിലുള്ള വ്രേദേബുർഗ് എന്ന വാക്കിന്റെ പരിഭാഷ സമാധാനത്തിന്റെ കോട്ട എന്നാണ്. പേര് സമാധാന കോട്ടയെന്നാണെങ്കിലും യോഗ്യകർത്തയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിരുന്നില്ല ഡച്ച് ഭരണകാലത്ത് ഈ കോട്ടയിൽ നിന്നുള്ള അനുഭവങ്ങൾ. ജാവ ദ്വീപിനെ പട്ടാളശക്തി കൊണ്ട് അടക്കി ഭരിക്കുകയായിരുന്നല്ലോ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1942-ൽ ജപ്പാൻ സൈന്യം ജാവ ദ്വീപ് കീഴടക്കി. യോഗ്യകർത്ത മേഖലയിലെ സൈനിക ആസ്ഥാനവും യുദ്ധത്തടവറയുമാക്കി അവർ വ്രേദേബുർഗ് കോട്ടയെ മാറ്റി. മതിൽക്കെട്ടിനകത്തെ ഒരു ഭാഗത്തേക്ക് നടന്നെത്തുമ്പോൾ ഇവിടെ വലിയ പന്തലുകൾ കാണാം. പ്രഷ്യസ് സ്റ്റോൺസ്, ജംസ് എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങളുടെ പ്രദർശനമാണ്. കുറെ ട്രേകളിൽ പല നിറത്തിലുള്ള കല്ലുകൾ. ആറ്റിൽ നിന്നോ മറ്റോ വാരി വെച്ചതുപോലുണ്ട്. ഈ കല്ലുകൾ തേച്ചുമിനുക്കിയുണ്ടാക്കിയ ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് പന്തലിൽ നടക്കുന്നത്. പോളിഷ് ചെയ്ത കല്ലുകൾ ഒരു ഭാഗത്ത്. നമ്മുടെ ആറ്റിറമ്പിലെല്ലാം കാണുന്ന തരം കല്ലുകളാണ്. ഇത്തരം കല്ലുകൾ എങ്ങനെ ആഭരണമായി മാറുന്നു എന്നതാണ് സന്ദർശകർ കൗതുകത്തോടെ കാണുന്നത്.
കല്ലുകൾ തേച്ചുമിനുക്കി സ്വർണവും വെള്ളിയും കെട്ടി മോതിരവും കമ്മലുമാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ പന്തലിലെ പ്രദർശന വസ്തുക്കൾക്കിടയിലൂടെ നടക്കുകയാണ്. ഒരു ഭാഗത്തു നിന്നും സംഗീതമുയരുന്നുണ്ട്. അതാണ് എനിക്ക് കൂടുതൽ ആസ്വാദ്യമായി തോന്നിയത്. ജംസ്റ്റോൺ ഫെസ്റ്റിവലിന് ഉത്സവ ഛായ പകരുന്ന ഗാനമേളയാണ് ജാവനീസ് സംഗീതം. പരിപാടി കുറച്ചുനേരം കണ്ടു നിൽക്കാമെന്ന് വെച്ചു. അപ്രതീക്ഷിതമായി വീണുകിട്ടിയ ജാവനീസ് സംഗീത പരിപാടിയാണ്. അത് ക്യാമറയിൽ പകർത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ നിന്നു.